നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയിലെ കമൻ്റായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആമസോൺ അക്കൗണ്ട് ഹെൽത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ. ആമസോൺ അക്കൗണ്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അക്കൗണ്ട് ഹെൽത്ത് ചെറുതായിട്ടൊന്ന് മാറിയാൽ പോലും നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാനും ബൈ ബോക്സ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ അക്കൗണ്ട് ഹെൽത്തിനെ ബാധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ സസ്പെൻഡ് ആവാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ പുതിയ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ സെല്ലേഴ്സ് പല സമയത്തും ഈ അക്കൗണ്ട് ഹെൽത്തിനെ കുറിച്ച് ബോധേഡ് ആവാതെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ട് ഹെൽത്തിൽ എന്തെങ്കിലും മാറ്റം, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ അത്രയും കാലം എടുത്ത സെയിലുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമ്മുടെ ആമസോൺ സെല്ലർ സെൻറ്ററിൽ നമുക്ക് മുന്നേ തന്നെ എന്ത് ചെയ്തു, അക്കൗണ്ട് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പെർഫോമൻസിലെ അക്കൗണ്ട് ഹെൽത്തിൽ പോയിട്ടും അക്കൗണ്ട് ഹെൽത്തിലേക്ക് പോകും. ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്യൂ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര മാർക്കറ്റ് പ്ലേസ് ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഇന്ത്യ മാത്രമേ മാർക്കറ്റ് പ്ലേസ് ഉണ്ടോ, അപ്പോൾ ഓരോ മാർക്കറ്റ് പ്ലേസിലും ഓരോ അക്കൗണ്ട് ഹെൽത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് പ്ലേസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. എന്താണ് നിങ്ങളുടെ അക്കൗണ്ട് ഹെൽത്തിൻ്റെ റേറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഉണ്ടാവും, ഏവറേജ് ഉണ്ടാവും, ബാഡ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഗുഡിലാണ് നിൽക്കുന്നത്, നമ്മുടെ അക്കൗണ്ട് ഹെൽത്ത് പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഹെൽത്തും ഗുഡിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്, ബൈ ബോക്സ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മുടെ ഈ അക്കൗണ്ട് ഹെൽത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് പെർഫോമൻസ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർവീസ് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, നമ്മൾ എത്രമാത്രം നല്ല രീതിയിലാണ് പ്രൊഡക്റ്റുകൾ അവർക്ക് എത്തിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമർ സർവീസ് പെർഫോമൻസിൽ വരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഓർഡർ ഡിഫക്റ്റ് റേറ്റ് ആണ്. ഓർഡർ ഡിഫക്റ്റ് റേറ്റ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, 1% താഴെ ആയിരിക്കണം. 1% മുകളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓർഡർ ഡിഫക്റ്റ് റേറ്റ് പോകാൻ പാടില്ല. ഓർഡർ ഡിഫക്റ്റ് റേറ്റ് 1% മുകളിൽ പോയാൽ ആദ്യം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൈ ബോക്സ് പോകും. രണ്ടാമത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കണം, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ഡിഫക്റ്റ് റേറ്റ് എപ്പോഴും 1% താഴെ ആയിരിക്കണം. അപ്പോൾ ഓർഡർ ഡിഫക്റ്റ് റേറ്റിനെ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണ് FBA ഉണ്ടെങ്കിൽ FBA ഇവിടെ കാണിച്ചു തരും. അതുപോലെ തന്നെ സെല്ലർ ഫുൾഫിൽഡ് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ അതിൽ ടോട്ടൽ വന്ന ഓർഡേഴ്സ് 160 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ വന്ന ഓർഡേഴ്സിൽ എത്ര എണ്ണം ഈ ഓർഡർ ഡിഫക്റ്റ് റേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, 0% ആണ്. അപ്പോൾ ഈ ഓർഡർ ഡിഫക്റ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതായത് നെഗറ്റീവ് സെല്ലർ ഫീഡ്ബാക്ക്. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും നമ്മൾ അയച്ച പ്രൊഡക്റ്റ് പൊട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റോങ് പ്രൊഡക്റ്റ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അയച്ച പ്രൊഡക്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സാകുകയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവിടെ എത്താതിരിക്കുകയോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇടുകയാണെങ്കിൽ അത് നമ്മുടെ ഓർഡർ ഡിഫക്റ്റ് റേറ്റിനെ ബാധിക്കും. അങ്ങനെ ഓർഡർ ഡിഫക്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓർഡർ ഡിഫക്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ സെല്ലറിൻ്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ അക്കൗണ്ട് സസ്പെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും വരാതെ നോക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കസ്റ്റമറെ വിളിച്ച് ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ചിലർ ഫേക്കായിട്ടുള്ള ഫീഡ്ബാക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആമസോണിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം A to Z ഗ്യാരണ്ടി ക്ലെയിമാണ്. അതായത് നമ്മളിപ്പോൾ ആമസോണിന് ഒരു കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് അയച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, നമുക്ക് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ സെല്ലർ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ റിട്ടേണോ അല്ലെങ്കിൽ റിക്വസ്റ്റിന് ഉള്ള ഫർദർ മൂവുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കൂടുതൽ ആമസോണിനെ അവർ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് A to Z ക്ലെയിം. അപ്പോൾ നമ്മൾ അവരൊരു റിട്ടേണോ ഇല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ റൈസ് ചെയ്തിട്ട് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ, സെല്ലർ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് A to Z ക്ലെയിം ചെയ്യാൻ പറ്റും. A to Z ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ പിന്നെ എന്ത് ചെയ്യും, ആമസോണിലേക്ക് ആ ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിക്വസ്റ്റ് വരും, നമുക്ക് അതിൻ്റെ ഒരു റിക്വസ്റ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയും സെല്ലറുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി പോലെ നിൽക്കും. സെല്ലറിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ഭാഗത്താണോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക് എന്നുള്ളത് ആമസോൺ ചെക്ക് ചെയ്തിട്ട് ആരുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് ഉള്ളത് അതിനനുസരിച്ചുള്ള ഫർദർ മൂവുകൾ ആമസോൺ എടുക്കും. ഇങ്ങനെ A to Z ഗ്യാരണ്ടി ക്ലെയിമുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മുടെ ഓർഡർ ഡിഫക്റ്റ് റേറ്റിന് എന്ത് ചെയ്യും, ബാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് ചാർജ് ബാക്ക് ക്ലെയിം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ അയച്ച പ്രൊഡക്റ്റ്
ഇൻ കേസ് സെല്ലർ അയച്ച പ്രൊഡക്റ്റ് മാറിപ്പോയി, ഇല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അല്ല വന്നത്, അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അയച്ച പ്രൊഡക്റ്റ് മാറിയിട്ടുണ്ട്, ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗത്തോ ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തോ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട്, പ്രൊഡക്റ്റുകൾ മാറിപ്പോവാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പോകാനോ ഉള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അവർക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള എമൗണ്ട് തിരിച്ചെന്ത് ചെയ്യാം, ചാർജ് ബാക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഡിഫക്റ്റ് റേറ്റിനെ ബാധിക്കും. ഇങ്ങനെ ഓർഡർ ഡിഫക്റ്റ് റേറ്റിനെ ഈ 3 കാര്യങ്ങളാണ് ബാധിക്കുന്നത്. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നമ്മൾ ഓരോ ഓർഡർ വരുന്ന സമയത്തും ഓരോന്ന് പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം. ഓർഡർ ഡിഫക്റ്റ് റേറ്റ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സസ്പെക്റ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുന്നതാണ്, ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജനറിക് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടൂടെ, അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ നല്ല ഫോട്ടോ കണ്ടിട്ടുണ്ട് അത് എടുത്തിട്ടെ, ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമേജസ് ഇല്ലെങ്കിൽ ലോഗോസ് ഇല്ലെങ്കിൽ സിമ്പിൾസ് ഇല്ലെങ്കിൽ ഫോട്ടോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ട്രേഡ് മാർക്ക് മറ്റൊരു കമ്പനി ട്രേഡ് മാർക്ക് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷനിൽ വരുന്നത്. റെഡ്മിയുടേത് സാംസങ്ങിൻ്റെത് പോലുള്ള ബ്രാൻഡുകളുടെ കോപ്പികൾ, അതായത് ഫേക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് ആമസോണിൽ സെല് ചെയ്ത് വിടുന്നത്. ഈ സമയത്ത് അങ്ങനെ ഫേക്ക് പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷനിലേക്ക് അവർ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷനിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപ്പികൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളത് മാത്രം നിങ്ങളെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് നമ്മൾ $1 മില്യൺ ആമസോൺ ചാലഞ്ചിൻ്റെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമസോണിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻസ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിസീവ്ഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കംപ്ലയിൻസ് ആണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ കംപ്ലയിൻസുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവാനും സസ്പെൻഡ് ആവാനും ഡീആക്ടിവേറ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡീആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ റീആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ആ അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതൻറ്റിസിറ്റി കസ്റ്റമർ കംപ്ലയിൻ്റ് ആണ്. അതായത് ഒതൻറ്റിസിറ്റി കസ്റ്റമർ കംപ്ലയിൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ നമ്മുടെ കസ്റ്റമറിന് സെല് ചെയ്ത പ്രൊഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർ കംപ്ലയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ അല്ല, ഇതിലെന്തൊക്കെയോ ഫേക്ക് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ആമസോണിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒതൻറ്റിറ്റി കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് വരിക. അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൽ പ്രൂവ് ചെയ്യേണ്ടി വരും, ഇത് നമ്മൾ അങ്ങനെയല്ല സെല് ചെയ്ത് നമ്മൾ ഒറിജിനലാണ് ഇന്നതാണെന്നുള്ളതൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാത്ത രീതിയിൽ മാക്സിമം ശ്രദ്ധിക്കുക. ഫേക്ക് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആമസോണിൽ എന്ത് ചെയ്യാം, അതിന് നമുക്കൊരു റിവ്യൂ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് പ്രൊഡക്റ്റ് കണ്ടീഷൻ കസ്റ്റമർ കംപ്ലയിൻസ് ആണ്. അതായത് പ്രൊഡക്റ്റ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻസ് ആണ്. അതായത് പ്രൊഡക്റ്റുകൾ ഡാമേജ് വരിക, പ്രൊഡക്റ്റിൻ്റെ പിന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ റസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് കണ്ടീഷൻ കസ്റ്റമർ കംപ്ലയിൻസ് വരിക. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള കംപ്ലയിൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റുകൾ മാക്സിമം ക്വാളിറ്റിയിൽ മാക്സിമം നീറ്റായിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, ഇതുപോലുള്ള കംപ്ലയിൻസ് വരുന്നതിൻ്റെ സാധ്യത കുറയും. അടുത്തത് ഫുഡ് ആൻഡ് പ്രൊഡക്റ്റ് സേഫ്റ്റി ഇഷ്യൂസ്. അതായത് നമ്മൾ ഫുഡ് FMCG ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് FMCG ഒന്നാമത് ലൈസൻസ് വേണം. രണ്ടാമത്തത് ഇതിൽ ഫംഗസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാനുള്ള, അതായത് ഫുഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഫംഗസ് പോലുള്ള സാധനങ്ങൾ എക്സ്പയറി ഡേറ്റുകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തത് ഇതിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മോയ്സ്ചറിൻ്റെ പ്രശ്നം കൊണ്ട് ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫുഡ് പ്രൊഡക്റ്റിൽ മോയ്സ്ചറിൻ്റെ പ്രശ്നം കൊണ്ട് ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലത്തെ ഫംഗസ് ഇല്ലാതിരിക്കാനും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. നമ്മളെ ഡേഞ്ചർ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ ചില സമയം ഫംഗസൊക്കെ പല സമയത്തും ഡേഞ്ചർ ആവാറുണ്ട്. ബാക്ടീരിയ ഫംഗസുകളൊക്കെ ഫുഡ് പ്രൊഡക്റ്റുകൾ ഡേഞ്ചർ ആവാറുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വഴി കസ്റ്റമേഴ്സിന് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് ഈ ഫുഡ് ആൻഡ് പ്രൊഡക്റ്റ് സേഫ്റ്റി ഇഷ്യൂസിൽ വരിക. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവുന്നു, സസ്പെൻഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. അടുത്തത് ലിസ്റ്റിംഗ് പോളിസി വയലേഷൻ ആണ്. ലിസ്റ്റിംഗ് പോളിസി വയലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിങ്ങിന് ആമസോണിൽ കുറച്ച് പോളിസീസ് ഉണ്ട്. നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പോളിസീസ് നമുക്ക് കാണാൻ പറ്റും, അത് വായിക്കാൻ പറ്റും. ആ പോളിസി വയലേഷൻസ് എന്തെങ്കിലും വരും. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ നമ്മൾ $1 മില്യൺ ആമസോൺ ചാലഞ്ചിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കിട്ടും. അപ്പോൾ അതിൽ
നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അതല്ലാത്ത കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ക്രോംപ്ലേറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുകയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് എഴുതാണ്, അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനം നമ്മൾ ഫൈബർ എന്ന് എഴുതാണ്. ഇതുപോലെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ കൊടുക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് പോളിസി വയലേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ മറ്റേതെങ്കിലും ബ്രാൻഡിൻ്റെ കാര്യങ്ങളിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണെങ്കിലും ആ ഒരു ലിസ്റ്റിംഗ് പോളിസി വയലേഷൻ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് റെസ്ട്രിക്റ്റഡ് പ്രൊഡക്റ്റ് പോളിസി വയലേഷനാണ്. അതായത് എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോളിസി വയലേഷൻസ് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിൽ വരിക. അതായത് റെസ്ട്രിക്റ്റഡ് പ്രൊഡക്റ്റ് പോളിസി വയലേഷൻ ആണ് അടുത്തത്. അതായത് നമ്മൾ എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്തിട്ടുണ്ട്. ചില കൺട്രികളിൽ ചില പ്രൊഡക്റ്റുകൾ ബാൻഡ് ആയിരിക്കും. അതായത് അങ്ങനെ ചില കൺട്രികളിൽ ചില പ്രൊഡക്റ്റുകൾ ബാൻഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പല പ്രൊഡക്റ്റുകളും പല FMCG പ്രൊഡക്റ്റുകളും പുറത്ത് വിൽക്കുന്നത് ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ബാൻഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു പ്രശ്നം വരിക. അടുത്തത് കസ്റ്റമർ പ്രൊഡക്റ്റ് റിവ്യൂ പോളിസി വയലേഷൻ ആണ്. അതായത് നമ്മൾ സെല്ലേഴ്സ് ചില സമയത്ത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് റിവ്യൂസ് ആളുകളെ കൊണ്ട് ഇടിപ്പിക്കും. അങ്ങനെ ഫേക്ക് റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആളുകൾ ആ ഒരു റിവ്യൂ കണ്ട് വാങ്ങിയിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് ഈ റിവ്യൂവും ഈ പ്രൊഡക്റ്റും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എങ്ങനെ കൂട്ടാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് റിവ്യൂസിൻ്റെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ റിവ്യൂ കണ്ടിട്ട് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് ആ റിവ്യൂവും ആ പ്രൊഡക്റ്റും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് മാനിപ്പുലേറ്റഡ് റിവ്യൂ ആണ്. അതായത് സെല്ലർ അവരുടെ റേഞ്ച് കൂട്ടാൻ അവരുടെ സെയിൽ കൂട്ടാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്ത റിവ്യൂ ആണ്, ഒരാളെ കൊണ്ട് പെയ്ഡായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഇന്നും ഇട്ട റിവ്യൂ ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരവിടെ കംപ്ലയിൻറ്റ് ചെയ്യും. കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഈ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് റിവ്യൂ വയലേഷൻസ്. അടുത്തത് അതർ പോളിസി വയലേഷൻ ആണ്. അതായത് വേറെ എന്തെങ്കിലും പോളിസീസ് നമ്മൾ ആമസോണിൻ്റെ പോളിസീസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന കംപ്ലയിൻ്റ് ആണിത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റുകളൊക്കെ നമ്മളിപ്പോൾ എല്ലാം സീറോ ആണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ കംപ്ലയിൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം നമ്മുടെ അക്കൗണ്ട് ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ അക്കൗണ്ട് ഹെൽത്തിനെ ബാധിക്കുന്ന അത്തരം കംപ്ലയിൻറ്റുകൾ വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം. അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ഡിസ്പാച്ച് റേറ്റ് ആണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ അയക്കേണ്ട സമയം നമുക്ക് ആമസോൺ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഹാൻഡിലിംഗ് ടൈം ഒരു 2 days ആയിരിക്കും. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഹാൻഡിലിംഗ് ടൈം കൊടുക്കാൻ പറ്റും. നമ്മൾ മോസ്റ്റ്ലി 2 days ആയിരിക്കും ഹാൻഡിലിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാവുക. ആ 2 daysൻ്റെ മുകളിൽ നമ്മൾ സമയം എടുക്കുകയാണെങ്കിൽ ഇവിടെ ലേറ്റ് ഡിസ്പാച്ചിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ആമസോൺ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഷിപ്പ് ചെയ്യണമെന്ന് പറയും. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ലേറ്റ് ഡിസ്പാച്ചിലേക്ക് വരും. 4% താഴെയായിരിക്കണം ലേറ്റ് ഡിസ്പാച്ച് ഉണ്ടാവേണ്ടത്. 4% മുകളിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ലേറ്റ് ഡിസ്പാച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ 4% മുകളിൽ ഏതെങ്കിലും രീതിയിൽ ലേറ്റ് ഡിസ്പാച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് ആദ്യം ബൈ ബോക്സ് പോകാനും പിന്നെ സസ്പെൻഡ് ആവാനും പിന്നെ ഡീആക്ടിവേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഡേറ്റ് ഡിസ്പാച്ച് നോക്കുക 4% താഴെ ആയിരിക്കണം. നമ്മൾ ഇതുവരെ ടോട്ടൽ 30 ദിവസത്തിനുള്ളിൽ ഓർഡർ പോയതിൽ ഒരു ഓർഡറാണ് എന്ത് ചെയ്തത് പിന്നെ നമുക്ക് ലേറ്റ് ഡിസ്പാച്ച് നമ്മുടെ അക്കൗണ്ടിൽ വന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ 2.94% ആണ് 4%. അപ്പോൾ അത് നിങ്ങൾ 4%-ൻ്റെ താഴെ തന്നെ ആയിരിക്കണം. മാക്സിമം 5 പ്രൊഡക്റ്റുകൾ അത് നിങ്ങളുടെ പെർസെൻറ്റേജിനനുസരിച്ചാണ് എത്ര ഓർഡറുകൾ പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചാണ് നിങ്ങളുടെ ഈ 4%. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 100 പ്രൊഡക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 4%-ൻ്റെ താഴെ വരണമെങ്കിൽ മാക്സിമം ഒരു 5 പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് ആകെ എന്ത് ചെയ്യും പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾ സെയിൽ വളരെ കുറവാണെങ്കിൽ അതിൽ ഒരു പ്രോഡക്റ്റ് ലേറ്റ് ആയാൽ പോലും പ്രശ്നമാണ്. അടുത്തത് പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ റേറ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈ ബോക്സ് പോകാനും അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ റേറ്റ് എന്ത് ചെയ്യുക ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ക്യാൻസൽ ആകപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പല കേസുകളിലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇന്ന് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നാളെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ ഇടും. സ്റ്റോക്ക് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ അറിയാതെ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുതൽ ഇട്ടിട്ടുണ്ടാവും. 10 പീസ് ഉള്ളത് നമ്മൾ 11-12 പീസ് ഉണ്ടാവും. അപ്പോൾ 12 പീസ് ഓർഡർ വന്നാൽ ബാക്കി 2 പീസ് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യും. അത് നമുക്ക് എന്താണ് അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. 2.5%-ൻ്റെ താഴെ ആയിരിക്കണം എന്ത് പിന്നെ പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ റേറ്റ്. അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ടോട്ടൽ 7 ഡേയ്സിലുള്ള ഓർഡേഴ്സിൽ എത്ര എണ്ണം എന്ത് ചെയ്ത് പിന്നെ ഈ ഒരു പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ 0 ആണ്, അത് 0 ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ 2.5%-ൻ്റെ താഴെ ആയിരിക്കണം അത്. അപ്പം നിങ്ങൾ എത്ര ഓർഡർ വരുന്നുണ്ട് എന്നുള്ള റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഓർഡർ ആണെങ്കിൽ ഒരു ഓർഡർ പ്രീ ഫുൾഫിൽമെൻറ്റ് ക്യാൻസൽ വന്നാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിനെ ബാധിക്കും അത്. അടുത്തത് വാലിഡ് ട്രാക്കിംഗ് റേറ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ
എല്ലാം ആമസോൺ ഈസി ഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ 100% ട്രാക്കിംഗ് റേറ്റ് ആയിരിക്കും. അതെല്ലാം നിങ്ങൾ സെൽഫ് ഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ ചില സമയങ്ങൾ വാലിഡ് ട്രാക്കിംഗ് റേറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വാലിഡ് ട്രാക്കിംഗ് ഡേറ്റിൻ്റെ പെർസെൻറ്റേജ് കുറയും. അത് എപ്പോഴും 95% മുകളിലായിരിക്കണം. 95% താഴെ ഒരിക്കലും വാലിഡ് ട്രാക്കിംഗ് റേറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഹെൽത്ത് 100% ഗുഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബൈ ബോക്സ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാതെയും ഡീആക്ടിവേറ്റ് ആവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ന്യൂ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും, മുന്നോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.